ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല രുചിയായിട്ടുള്ളൊരു ചിക്കൻ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 300 ഗ്രാം ചിക്കൻ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 300 ഗ്രാം ഉണ്ട്. ഞാൻ വേവിച്ചത് ചിക്കനിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചത്. കൂട്ടത്തിൽ ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിച്ചു. കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ആ എല്ല് പീസൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ബോൺലെസ് ചിക്കൻ എടുക്കാമെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. അത് പൾസിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാനിലോട്ട് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം, 2-3 ടേബിൾ സ്പൂൺ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ വെജിറ്റബിൾസ് അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു ക്യാപ്സിക്കം ഇതുപോലെ കനം കുറച്ച് നീളത്തിലരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ്, മീഡിയം സൈസിലൊരു ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാബേജ്, അതും കനം കുറച്ച് നീളത്തിലരിയണം. അത് 1 കപ്പുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നല്ലതായിട്ട് ചതയ്ക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഫില്ലിങ്ങിനായതുകൊണ്ട് ഒരുപാട് എണ്ണ എടുക്കണ്ട. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിനോട് എടുത്തിട്ടിട്ടുണ്ട്. ഇതിപ്പം കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ചിക്കനും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ചിക്കൻ ചേർത്തിട്ട് 2 മിനിറ്റ് നേരം കൂടെയൊക്കെ ഒന്ന് വഴറ്റിയായിരുന്നു. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ബ്ലാക്കും 1/2 ടീസ്പൂൺ വൈറ്റും ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ലാസ്റ്റിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എത്രയും മതി. 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പം ഞാനൊരു സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചത്. ഇതുപോലെ കുറച്ചുണ്ട്. ഓൺലൈനിൽ മേടിക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ സൈഡിലും താഴെയും കുറച്ച് ഗ്യാപ്പ് ഇടണം. ഇത് 2 സൈഡിലോട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഈ എൻഡിൽ കുറച്ച് വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ പകുതി ഞാൻ ചീസും കൂടെ വെക്കുന്നുണ്ട്, മൊസറല്ല ചീസ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ മുട്ട തൂത്താലും മതി. 2 വേണമെങ്കിലും തൂക്കാം. അപ്പോൾ ചീസ് വെക്കാമെങ്കിലും നല്ലതാണ്, മൊസറല്ല ചീസോ ചേദാർ ചീസോ. അപ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. കുറച്ചൊന്നായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമല്ലോ, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇങ്ങനെയും കോരിയെടുക്കാം.
അപ്പോൾ ഇതുമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫില്ലിംഗ് ഒക്കെ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരു 20 എണ്ണത്തിനൊക്കെ കാണും. ഇത് ടൊമാറ്റോ കെച്ചപ്പും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്പ്രിംഗ് റോളായത്. ഇത് ഞാൻ ചീസ് വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.